സ്ക്രോൾ ചെയ്യല്ലേ ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ അല്ലേ ഇത് വേറെ വീഡിയോ ആണ്. രണ്ടിനും ഞാൻ ഒരേ ഇൻട്രോ ഇട്ടതാണ്. എനിക്ക് വീണ്ടും ഇൻട്രോ എടുക്കാൻ വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഒരു ചായ കുടിച്ച് നമ്മുടെ കൂട്ടുകാരൻ അനിയത്തിയുടെ കല്യാണത്തിന് പോയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ 2 കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്മാരുമായിട്ട് നേരെ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് കല്യാണ സദ്യ. ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഗ്രേപ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ച് നേരെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പരിപ്പ്, പപ്പടം, അവിയൽ, തോരൻ ഇത് മൂന്നോളം മിക്സ് ചെയ്താണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതാണ്ട് 6-7 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കല്യാണ സദ്യ കഴിക്കുന്നത്. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. എറണാകുളം സ്റ്റൈൽ സദ്യ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് മൂന്നും കഴിച്ച് വയറൊന്ന് സെറ്റ് ആയപ്പോഴത്തേക്ക് ചോറൊരു പകുതിയോളം എത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി വന്നു. അതിന് പിന്നെ സാമ്പാർ വന്നിട്ടുണ്ടായിരുന്നു. സാമ്പാർ ഞാൻ കഴിക്കത്തില്ല, അതുകൊണ്ട് അത് ഞാൻ വാങ്ങിയില്ല. ഞാൻ പുളിശ്ശേരിയാണ് വാങ്ങിയത്. അപ്പോൾ പുളിശ്ശേരി കൂട്ടി. അപ്പോൾ അതും പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. എൻ്റെ അപ്പച്ചി ഉണ്ടാക്കുന്ന പുളിശ്ശേരി പ്രത്യേകിച്ച്. അങ്ങനെ അതും കൂട്ടി ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കുക. അപ്പോൾ ആദ്യം തന്നെ വന്നത് പാലടപ്രഥമനാണ്. പിന്നെ പരിപ്പ് പായസം വന്നു. അപ്പോൾ അത് രണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഴവുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ അതിൻ്റെ കൂടെ പപ്പടവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പപ്പടം ചോറിനൂടെ തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏത്തയ്ക്ക ഉപ്പേരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. കിള്ളൻ ടേസ്റ്റ്, കിള്ളൻ സദ്യ. കല്യാണം പരിപാടിയും കാണലൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അവർക്ക് കല്യാണ ആശംസകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വീഡിയോ ചാനലിൽ പോയി കാണാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.